ഹലോ നെയ്മറ കളിക്കാൻ പോണത്. വാ ഈ ചക്കര എന്താ ഞാൻ തന്നെ കട്ടന. ഞാൻ ഹാൻസം ബോയ്യാ. അതൊന്നുമില്ല. എന്നെ കണ്ട ഞാനിതാ ഗായ്സ് നടത്തിട്ട് ഇരുട്ട് ചിമിച്ച് വെക്കും തൽക്കാലം. ഇപ്പം പൊട്ടനെ കൊണ്ട് തോറ്റുമല്ല. Help Nike remember what happened to his best friend Aaron. Search Nicky's memory for clues that will uncover events of the past and get you closer to solving the mystery. അപ്പോൾ നമുക്കിപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ കളവൻ്റെ വീട്ടിൽ ഇയാളാണ് നമ്മുടെ വില്ലൻ. ഇയാളെ വീട്ടിലൊരു കുട്ടീനെ ഇയാൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ രക്ഷിക്കണം. ഇതിൽ ചാവ് എന്തെങ്കിലും അറിയില്ല. ഇയാൾ ഇത്തിരി പെശകാണ്. ഇയാൾ സഹിക്കുക. ഹലോ നെയ്മർ. നിങ്ങളുടെ അടുത്ത് റോബ്ലോക്സ് ഉണ്ടെങ്കിൽ റോബ്ലോക്സിൽ ഹലോ നെയ്മർ ഗെയിം കാണിച്ചാൽ മതി കേട്ടോ, കിട്ടും. ഇയാളുടെ പുര കണ്ടെങ്കിൽ ഞങ്ങൾ നെട്ടുട്ടാ. ഖത്തറിൽ വന്നെ ഞങ്ങൾ മൂഞ്ചും. കണ്ടോ ഇവിടെയാണ് നെറ്റ് കണക്ഷൻ ഉള്ളത്. മിക്കവാറും ആ പൊട്ടലും പേരും. ഇവൻ്റെ പേര എന്താ പേരാണത്? അല്ലാ, നമുക്ക് ഈ ലിവർ പിടിച്ച് താഴ്ത്തണം. സൗണ്ട് കേട്ടുണ്ടാവോ? അയ്യോ, നമുക്ക് അവിടെ പിക്ചർ എടുക്കണം. ഫോക്കസ്. ഓ ഗായ്സ്, ഫ്ലാഷ് ബാക്ക് കാണിക്കുക. It happened the first night after moving to the Ravensbrücks. I saw a window lit up in the house across the street. Moments later, I was staring at a kid who looked my age. ആരാടാ അത് ലുക്ക് ചെയ്ത്? ഇവനെന്തോ ഇത് കാണിക്കണ്ട കേട്ടോ. എനിക്ക് വായിക്കണ്ടോ വയ്യ. എൻ്റെ ഗോയ്സ്, ഞാനത് എന്തുട്ട് തേങ്ങ കാട്ടുക ഇതൊക്കെ ഉണ്ട്. ഇവൻ്റെ താടിയിലൊരു ചിഹ്നമുണ്ട്. അതാണ് ഹലോ നൈ ഡിയർ ബയർ. പിന്നെ ഏത് കയറാ പയർ? എൻ്റെ അമ്മ ഒന്ന് നേരാണ് അവിടെ. എന്താ കൂളിംഗ് ഗ്ലാസ്സോ? നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇടാം. അവിടെന്താ $4 മില്യൺ സാധനം? അല്ല, $54 മില്യൺ സാധനം. $58 മില്യൺ സാധനം. അപ്പൊ എങ്ങനെയാ പോവല്ലേ? അയ്യോ, അല്ല അമ്പത്തെ മീറ്ററായിരുന്നു, മില്യണല്ല. അപ്പല്ലേ നെയ്ബർ കാണാണ്ട് അവിടെ പോവാ. ആ പൊട്ടനോட വെള്ളോട്ടോ. അയ്യോ, അയാള് ഗായ്സ്, അയാള് കുറച്ചേരം ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടാ. അയാളവിടെ കുറുക്കോ വിളിച്ചു കിടന്നുറങ്ങുക. അയ്യോ ഹലോ ചേട്ടാ. കുരിപ്പേ അമ്മ. അയ്യോ, അയാൾക്ക് സക്സസ്സായിട്ട് എന്തൊക്കെ തോന്നിട്ടോ. ഹലോ ലേബർ ഞാൻ കളിച്ച
അതിന് ഞാൻ ചത്തിട്ട് തരാം. ഇതില് എന്താ മെഷീൻ അങ്ങോട്ട് പോയിക്കാൻ കീ കിട്ടുന്ന ഇവിടെയൊക്കെ കീ തപ്പാ പോവാ. സീസൺ 1 മെഷീൻ കണ്ടിട്ട് പെണ്ണിനെ ഗൈസ് അയാള് ഭയങ്കര കുരുത്തക്കെട്ട ആളാട്ടോ. ആ പൊട്ടാൻ എന്തായാലും അവിടെ കിടന്ന് ഉറങ്ങി. പതുക്കെ പതുക്കെ കുഞ്ഞു നമ്മളിപ്പോൾ അയാളുടെ വീട്ടിൽ എങ്ങനെയാണ് കയറി നോക്കട്ടെ. കുറച്ച് ബോക്സ് ഒക്കെ എടുക്കാം. അതിൻ്റെ ഉള്ളിൽ തേനീച്ചക്കൂടാടാ. നമുക്ക് ഈ പക്ഷേ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ആ നീറ്റുണ്ടാവും അയാള്. ഭയങ്കരമായിട്ട് പേടിയാണ്. ഹലോ നെയ്ബറിന് ഇഷ്ടം. നൈസായിട്ട് പണിപാളി അയാളെ എഴുതിക്കുന്നത്. Oh my god, escape ആയിക്കോ. Guys, ഈ കുടത്തക്കെട്ടവിടെ കിടന്ന് ഉറങ്ങിയില്ലേ? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് അവൻ. എന്താ നമുക്ക് പിടിക്കാൻ പറ്റും. സ്വന്തം വീട്ടിലാ. ഇത് നമ്മുടെ സ്വന്തം വീടാ. പക്ഷെ ഇതാ അയാളുടെ വീടാ. ഹലോ നെയ്ബറിന്റെ വീടാ. നടക്ക് വെറുതെ ഇങ്ങനെ ആക്കിയാൽ നടക്കാം. മിക്കവാറും വേഗം പിടിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. നമ്മൾ ഈ ജനൽ പൊട്ടിക്കണം. ജനലിൽ പൊട്ടിക്കണ്ട. ജനലിൽ കൂടെ പോവാ. അതാണ് ഹെനൽ നെയ്ബറിന്റെ വീട്. അയാളെ ബാക്കിൽ വരില്ല. അയാളുടെ വീടതാ. അയാളിതാ കൂർക്കം വലിച്ച് കിടന്ന് സ്ലീപ്പിട്. എവിടെ? അതിൻ്റെ ഉള്ളിൽ അയാളിപ്പോ തന്നെ ഇതിനാക്കിട്ട്. ഹലോ നെയ്ബർ അത് അയച്ചോണ്ട് നിൽക്കണ്. കൊഞ്ചരം മുട്ടിക്കും. അതിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് വേണം എന്നെ കൊല്ലാന്. ഇയാളെന്നെ കൊല്ലത്തൊന്നുമില്ല. നാളെ കണക്ക് പറ്റി ലൂസാവും. അയ്യോ എൻ്റെ അമ്മച്ചി, ഞാൻ പൊടിപ്പോയേ. എന്തിനാ? അയാളെന്നെ ഒന്നും കാട്ടിയിട്ടില്ലല്ലോ. ഇനിയിപ്പോ എനിക്ക് പേടിയാ. എന്നാ പിന്നെ കളിക്കണ്ട. കളിക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല, മുണ്ടായിരുന്നു. നമുക്ക് അപ്പുറത്തെ വഴി കൂടെ കയറാം. ഇയാൾ ചിലപ്പം ഞാൻ കുറേ കളിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. അപ്പുറത്തെ വഴി കൂടെ എങ്ങനെയൊക്കെ കയറി. ഞാൻ നോക്കാം. ഇവിടെ ഉള്ള ജനല്. അവിടെ ജനലൊന്നുമില്ല കുട്ടിയെ. എന്തെങ്കിലും ഏണി പിടിച്ചിട്ട് കയറ്. പക്ഷെ അത് അടിച്ച് പൊട്ടിക്കണം. എന്തെങ്കിലും സാധനം വേണം. പക്ഷെ അത് അടിച്ച് പൊട്ടിക്കുമ്പോൾ അയാൾ കേൾക്കും. അയാൾ അടിച്ചു പൊട്ടിക്കുമ്പോൾ കേൾക്കൂടി. അയാൾ വന്നാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഹലോ നെയ്ബറേ, വായോ. അയാൾ അങ്ങനെ വിളിച്ചാൽ വരില്ല. ഓൺലൈനുണ്ടാകുന്ന ചെപ്പക്കുറ്റനൊക്കെ അയാൾ തരും. അല്ലെങ്കിൽ ഒരു കുരുത്തക്കിട്ട ഇതൊക്കെ കളിപ്പന. ഈ വാതിൽ വഴി കയറണ്ട. കയറി കയറിയുടെ ഇറക്കാണ്ട് ഒരു അമ്മായിരം കാണാം. ഹായ്.
ഓടിക്കോ ഗൈസ് ഓടിക്കോ ഗൈസ് ഓടിക്കോ ഗൈസ് അതിന് പേടിക്കണ്ട. ഓടിക്കോ അപ്പോൾ അയാൾ പോയി. നീ തിരിച്ചു പോവാ. അയാളിന്നെ ഒന്നും കാട്ടില്ല. അയാളിന്നെ അങ്ങോട്ട് അടുത്തേക്കോ അയാളൊന്നും കാട്ടില്ലടി. നീ പൊയ്ക്കോ പൊയ്ക്കോ ഞാൻ പോയിക്കോളാം. പൊയ്ക്കോടി. ആരോടൊക്കെ കളിക്കറിയാം. ഇവളൊന്നും കളിക്കണില്ലല്ലോ. നീ അങ്ങോട്ടും ഇങ്ങോട്ട് ഹലോ നൈബറിനെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഓടില്ലേ. ഇതിപ്പോ ഞാൻ റിയലായിട്ട് അയാൾ സൗണ്ട് കേട്ടുണ്ടോ? വേഗം കയറിപ്പോയിക്കോ വേഗം കയറിപ്പോയിക്കോ. എടുക്കാനൊക്കെ പോവാ. അതാ എൻ്റെ തലേക്കോ എടി എവിടേക്കെങ്കിലും വഴി കാണാനോടത്തേക്ക് കയറിപ്പോ. അതാ പിന്നെ അവിടെ സ്റ്റെപ്പുള്ള എന്തിനാ കയറിപ്പോ. എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്. അതാ അവിടെ ബ്രേക്കർ ഉണ്ട്. അത് ഓണാക്കണം. ബ്രേക്കർ ഓണാക്കണം. അവനക്കടി അങ്ങനെയൊക്കെ. പക്ഷേ പെണ്ണുമുള്ളൊക്കെ ഒന്നും അറിയില്ല. പെണ്ണുമുള്ളക്ക് അവിടെ തന്നെ ഇടി കുട്ടി വിശേഷേ. ഈ പെണ്ണിനൊന്നും അറിയില്ല ഗൈസ്. അവിടേക്ക് പോണ്. എവിടെ എണ്ണീട്ടോ എടി അതിൻ്റെ ഉള്ളിൽ ഈ പെണ്ണിനൊന്നും അറിയില്ല കേട്ടോ. എല്ലാം പറയാലോ. ഹലോ നെയ്ബർ മാനക്ക് വരുമോ? ചിലപ്പം വരും. താറ്റക്ക് വരും. എവിടേക്ക് വേണമെങ്കിലും വരും. ചിലപ്പോൾ എൻ്റെ വായൊക്കെ വരും. ഇത് വേറെ ആരോ ആണോ ഹലോ നെയ്ബർ കളിക്കണേ? നെയ്ബറായിട്ട് ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്. വേറെ ആരുമായിട്ടല്ല കളിക്കണ. ഇത് തുറക്കണോ ഗൈസ്? കുട്ടിക്ക് ഒന്നും അറിയില്ല ഗൈസ്. നമുക്ക് എന്നെ കളത്തിലിറങ്ങാട്ടോ. വേണ്ട ചത്ത് നീ ചത്തുകള്. ഇല്ല ഞാൻ ചത്തില്ല കുട്ടി ചത്തില്ല. നീ വേറെ ആരാണോ കളിക്കണില്ലല്ലോ. അതുകൊണ്ട് വേണ്ട ഇനി കളിക്കണ്ട. ഒരു നയലോ കളിക്കണില്ല. എല്ലാവരുടെയും കൂടി സമയത്ത് അവിടെയുള്ള നമുക്ക് നോക്കി നോക്കാം. ഞാൻ ചത്തിട്ടില്ല. ഇതാ കണ്ട ഞാനൊക്കെ നന്നായിട്ട് ചത്തിട്ടില്ലടാ. ഏഷ്യൊന്നും കൈവിട്ട. ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിയല്ല. എന്താ ഈ കുട്ടീനെ പിടിച്ച് വെച്ചിക്കണ? ഞാനിതിൽ ഈ കുട്ടികളിലൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷിക്കാൻ പോവാ ഗൈസ്. നമ്മുടെ എൻ്റെ ടേണി കഴിയാതെ ശരി എടുത്തോണ്ട് പോയിട്ടോ ഗൈസ്. ഗൈസ് ഈ പെണ്ണുമ്പിള്ള നേരാണ് കളിക്കണില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കളിക്കണില്ല ഗൈസ്. ഉള്ള പറയാലോ. നമ്മളിപ്പോൾ റൂം അപ്ഗ്രേഡ് ആയിക്കണം. ഇവിടൊക്കെ ഹലോ ലേബർ വെച്ച് കൂട്ടിക്കണല്ലോ. എന്തെങ്കിലും വഴി കിട്ടാണ്ടിരിക്കില്ല. കുറവ് പറഞ്ഞിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്തെടുക്കണം. എൻ്റെ വീടെന്ന് പറഞ്ഞില്ലേ. എൻ്റെ വീടല്ല. നീ കളിക്കണം കൂടി ഇല്ല നേരമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിൽ കയറാനുള്ളൊരു വഴി കിട്ടിയിട്ടാണ്. ക്രോബാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരി ഞാൻ ഇതിൽ കൂടെ എങ്ങനെയാണ് പോയെന്നറിയോ? വേണ്ട പറഞ്ഞിട്ടുണ്ട്. കേട്ട് കുറച്ച് എളുപ്പം വരും. നമ്മൾ ചില്ലി പൊട്ടിക്കണ ശബ്ദം അയാൾ കേട്ട് കേട്ടോ. ആൾ ഉറക്കത്തിലായിരുന്നു. അയാൾ നടന്നായിരുന്നു. നെഞ്ചു പിടിക്കുന്നമാരി. നിനക്ക് ഈ ഗെയിം ഫണ്ണായിട്ട് തോന്നുന്നുണ്ടോ? ഹലോ നെയ്ബർ. എൻ്റെ ടൈമിലാണ് നീ കളിക്കണേ. ശരിയോ?
എൻ്റെ എല്ലാം കളിച്ചത് ഇയാളിതൊക്കെ ജനലും ഗില്ലൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുക. ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാൻ മനസ്സിലായല്ലോ ഉണ്ണി വയസ്സായി ഷേടാണ് പക്ഷെ നല്ലപോലെ കളിക്കാൻ ആൾക്കാരില്ല. ഞാൻ കളിക്കാം അടിപൊളി. ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് ചാർജ് ഉണ്ട്. ഇത് എവിടെ കണ്ടിന്യൂ എടുക്കുക ഏറ്റവും ഫസ്റ്റത്തെ ഇതിപ്പോൾ എവിടെ? ഹലോ നെയ്ബർ കേട്ടോ. ഞാൻ ജില്ലൊക്കെ താങ്ക് യു. അത് തകർത്തിക്കളടി. പിന്നെ ഇതിനിങ്ങനെ പേടിക്കണത്? എനിക്ക് ഹലോ നെയ്ബറിൻ്റെ പേടിയാ. കുറച്ച് ഞാൻ വീണ്ടും പേടിച്ചിരിക്കുന്നു. എടി ഞാനപ്പോ ജില്ല് പൊട്ടിച്ചപ്പോ റെസ്റ്റ് എടുക്കും. എടി ഞാൻ അയാളത് ജനൽ പൊട്ടിച്ചപ്പോ സൗണ്ട് കേട്ട് വിചാരിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് ഇത് വെറുതെ കയറി റെസ്റ്റ് എടുക്കാനുള്ളതല്ല. ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് ശ്വാസം വിടട്ടെ. ഹലോ നെയ്ബർ ഇപ്പോൾ വരും. കുറച്ചേരം വേണമെങ്കിൽ ഇത് ഇപ്പൊ വേണമെങ്കിൽ കുറച്ചേരം കളിച്ചല്ലെങ്കിൽ ഒക്കെ മേടിച്ചിട്ടോ. നമുക്ക് താഴത്തേക്ക് പോവാം. രാത്രി വെള്ളം കുടിച്ചിട്ട് വരാം. ഹലോ നെയ്ബർ നമ്മളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്തിനാ വെള്ളം തൂക്കാൻ വന്നാ? തൂക്കാൻ വന്ന് ആൽമാറയിൽ എന്നെ വിളിച്ചിരിക്കാൻ നേരത്തെ പോയിട്ടാ. ഹലോ നെയ്ബർ കേട്ടോ. നീ എന്നെ അടുത്തേക്കാക്കിയാൽ ഞാൻ കേട്ടോ കളിക്കാൻ വരില്ല കേട്ടോ. ഞാൻ കളിക്കട്ടെ. നീ നേരാണ് കളിക്കണില്ലല്ലോ. ഞാൻ നേരാണ് കളിക്കാൻ. നേരാണ് കളിച്ചില്ല. പഠിച്ച റബ്ബേ, ഞാൻ ഹലോ നെയ്ബറിൻ്റെ അടുത്തേക്ക് മീൻകറി കൊടുക്കുന്നുണ്ട് ബസ്സി. ചപ്പാത്തി ഉണ്ടോ? ഒരു കവർ അടുക്കളയിലുണ്ട്. ചില കവർ തൂക്കൽ അടുക്കളയിൽ. ഇതാ എന്താ തമാശ, എല്ലാം നിരാശ. എന്തമ്മാ ഹലോ നെയ്ബർ കുട്ടൻ കാണിക്കാനൊക്കെ പേടിയാണ് ഗൈസ്. അമ്മച്ചി എസ്കേപ്പ് ചെയ്യിക്കോടോ രാമ. ഞാൻ ഗ്ലാസ് പൊട്ടിച്ചോണ്ടാട്ടാ കേറിയിരിക്കണേ, അല്ലാത്തോണ്ടൊന്നുമില്ല. ആൾക്കാരും വരുന്നുണ്ട് തോന്നുന്നു. വാ
സ്മാഷ് ചെയ്ത നീ ഇങ്ങനെ ശരിക്കും കളിക്കോ? ഇല്ല ഇതെങ്ങനെ ഗ്രീനായി? കഴിക്കാം. നീ തല കളിച്ചാ? തോൽക്കാനായപ്പോഴാണ് എനിക്ക് തന്നെ പ്രാവശ്യം തോൽക്കാറായപ്പോഴാണ് എനിക്ക് തന്നെ തോൽക്കാറായപ്പോഴല്ലേ എനിക്ക് തന്നെ. ഹലോ നെയ്ബർ, വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഞാൻ ശബ്ദം കേട്ടോ. കളിക്കാം. ഇത് ഞങ്ങൾക്ക് ബാഗ് ഉണ്ടാക്കി തന്നു. മാത്രല്ല ബംഗ്ലാദേശ് ചായ. അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വരും. ഞാൻ വിചാരിച്ച ആണ്ടിനെ കണ്ടപ്പോ ഷുഗർ കട്ടാണെന്ന്, പിന്നെ മനസ്സിലായി ഷുഗർ ഹൈപ്പാണ്. പടച്ചിറപ്പ് അടി പൊട്ടിച്ച ഓപ്പണായില്ല. അയാളെ സൗണ്ട് കേട്ടിട്ട് ഇപ്പൊ വരെ കൂടി ഞാനൊക്കെ ആണെങ്കിൽ ഒളിച്ചേക്കൂല. അവിടെ വരും ശബ്ദം കേട്ട കൊണ്ട് മാത്രമാണ് ഞാൻ അതേ വിളിച്ചു. ശരിയാ അതിനുള്ളിൽ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ പാലോനെ പറഞ്ഞിട്ട് കൊല്ലും. എന്തിനാന്നറിയാതെ കളിക്കണ. ഇതിലൊരു കുട്ടീനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കുട്ടീനെ രക്ഷിക്കാൻ. ഞാൻ വേറെ വാതില് ഇത് സ്റ്റെപ്പുള്ള സ്ഥലമല്ല. ചെവീന് ചോര വരെ ഇപ്പൊ വായന മാത്രമല്ലേ വരുന്നുള്ളൂ. ആ ടൈമിൽ ചെവീനും വരും. ഞാൻ വിളിച്ചേക്കാൻ പോവാ. ആദ്യം നേരാണ് കളിക്കില്ല. എന്താണ് ഒരു കുട്ടിയുടെ കരച്ചിലല്ലേ കേട്ട? ഇനി നമ്മളെ കുട്ടീനെ രക്ഷിക്ക. ആ കുട്ടിയുടെ ഓർമ്മ ഉണ്ടാവും. നമുക്ക് താവില്ല. കുട്ടി ഇത്രയും നേരം
ഒരു നേരം വിഷമം ഇരിക്കണ്ടാവും. കുട്ടീൻ്റെ കച്ചില് ഞാൻ ആ കുട്ടീനെ രക്ഷിക്കണ സ്റ്റേജിലെത്തി. ആ പക്ഷെ ഞാൻ ആ കുട്ടീനെ രക്ഷിക്കണേക്കാട്ട് മുമ്പ് ആ കളവൻ എന്നെ കൊണ്ട് പിടിച്ചത്. ഓപ്പണാവോ? അതല്ല, അത് ക്യാമറയിൽ ഫോട്ടോ എടുക്കണം. ഇത് ഇവിടെ ഗ്രീൻ കത്തിക്കാനാണ് അവർക്ക് ഫോട്ടോ എടുക്കണം. ഞാൻ വിചാരിച്ച ശബ്ദം കേട്ടിട്ടാണ്. ഇത് നമ്മുടെ റൂം തന്നെ. അല്ല, ഹലോ നെയ്ബറിന്റെ അയാള് നമ്മളെ പിടിച്ചിട്ട് ഇവിടെ പൂട്ടിട്ട്. അല്ല, നമ്മുടെ വീട് സോറി. ഓ മൈ ഗുഡ്നെസ്. വേർ ഈസ് ദാറ്റ് ഗോൺ? ഐഷ, നീ എന്താ ഇവിടെ തന്നെ നിക്കണ? ഞാനിത് എവിടെ ഒരു സിറ്റി നോക്കാം. പുറത്തിറക്കി തരാം. പുറത്തിറക്കാം. ഇങ്ങനെ കളി പിടിക്കാൻ ഇവർ കുറെ കളിച്ചിട്ടുണ്ട് കളി. ഇങ്ങനെ എനിക്കറിയാം. നമുക്ക് ഇത് ഒരു മിനിറ്റ്.